തൃശൂർ കോർപ്പറേഷനെ ഡോക്ടർ നിജി ജസ്റ്റിൻ നയിക്കും. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള തീരുമാനം ആണ് കൈക്കൊണ്ടത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായി KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എ പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ മേയറായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു. പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 33 എന്ന മാജിക് നമ്പറുമായിട്ടാണ് നമ്മൾ കോർപ്പറേഷനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം എന്തായാലും UDF ടീമിന് ഉണ്ട്. വിവരങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും UDFന് ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ തൃശ്ശൂർ. അത്തരത്തിലാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒക്കെ വന്നിരിക്കുന്നത്. എന്നാൽ ആദ്യമൊക്കെ മേയർ ആരാകും എന്നതിൽ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മറ്റു ടേം വ്യവസ്ഥകളൊന്നുമില്ല. നിജി തന്നെ ഇനി ഉള്ള 5 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കും. എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത്? ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വാതി, നിജിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു. DCC നേതൃത്വം തീരുമാനമെടുത്തു. AICC അടക്കമുള്ള നേതൃത്വങ്ങളുടെ അറിവോടും താല്പര്യപ്രകാരവുമാണ് തീരുമാനമെടുത്തതെങ്കിലും ഒരു കൃത്യമായ 5 വർഷം എന്ന് നമുക്ക് പറയാനാവില്ല. DCC പ്രസിഡന്റിനോട് നമ്മൾ ആ ചോദ്യം എടുത്തു ചോദിച്ചപ്പോഴും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായ ഒരു ടൈം വ്യവസ്ഥ ഈ ഘട്ടത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ അത് ടൈം വ്യവസ്ഥയിലേക്ക് തന്നെ എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ തന്നെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള നിജി ജസ്റ്റിനാണ്. ഗൈനക്കോളജിസ്റ്റുകളാണ്, ഡോക്ടറാണ്. അങ്ങനെ തൃശ്ശൂരിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ആദ്യ മത്സരത്തിൽ തന്നെ കൗൺസിലറായി വിജയിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത്. മേയറായി പാർട്ടി ചുമതല നൽകുന്നു. 27 വർഷത്തെ കാത്തിരിപ്പാണ് തനിക്കൊരു കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം എന്നുള്ളതാണ് ഡോക്ടർ നിജി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് KPCC സെക്രട്ടറിയും നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്ന എ പ്രസാദാണ്. അദ്ദേഹം ഡെപ്യൂട്ടി മേയറാണ്, നമ്മളോടൊപ്പം ചേരുകയാണ്. ഏതായാലും ഡെപ്യൂട്ടി മേയറുടെ ആദ്യ പ്രതികരണത്തിലേക്ക്. സന്തോഷമാണെന്നറിയാം. എത്രമാത്രം സന്തോഷം? വലുതാണ്. തീർച്ചയായും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. KSU പ്രവർത്തകനായി കേരളം കോളേജിൽ പഠിക്കുമ്പോൾ KSU പ്രവർത്തകനായി പൊതുരംഗത്ത് കടന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒരു KSU പ്രവർത്തനമായി കടന്നു വന്ന് കോൺഗ്രസിലൂടെ ഇന്ന് KPCC സെക്രട്ടറി പ്രവർത്തിക്കുന്നു. പാർട്ടി രണ്ടാമതും ഈ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ മത്സരിക്കാൻ പറഞ്ഞു. മത്സരിച്ചു. ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തന്നെ സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അത് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. 33 എന്നുള്ള വലിയ സംഖ്യയോടുകൂടിയാണ് UDF അധികാരത്തിൽ തിരിച്ചെത്തുന്നത് കോർപ്പറേഷനിൽ. 33 എന്നുള്ളൊരു സംഖ്യ ഒരു ബാധ്യതയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ആണ് എപ്പോഴും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഈ പാർട്ടിയിൽ എപ്പോഴും ഉള്ളതാണ്. ഒരിക്കലും ബാധ്യതയാകുന്നൊരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഐക്യകണ്ഠേനയാണ് ഇതിനകത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണമുണ്ട്. അത് ഈ നഗരത്തിലെ ജനങ്ങളെ കേൾക്കാതെയാണ് 10 വർഷക്കാലം ധിക്കാരപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF മുന്നോട്ട് പോയത്. തീർച്ചയായും വ്യത്യസ്തമായിക്കൊണ്ട് ഈ ജനവിധിയുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജനമേൽപ്പിച്ച ഉത്തരവാദിത്വം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ജനങ്ങളെ കേട്ടുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഉള്ള ഭരണമായി മുന്നോട്ട് പോകും. ജനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. സ്വാതി, വ്യക്തമാണ്. മേയറും ഡെപ്യൂട്ടി മേയറും നടത്തിയ പ്രതികരണം തൃശ്ശൂരിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. DCC തർക്കങ്ങളില്ലാതെ തന്നെയാണ് പേരുകളിൽ തെരഞ്ഞെടുത്തത് എന്നും നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിന് പുതിയ നഗര പിതാവ് ഉണ്ടാകുകയാണ്. അതിൽ വലിയ സന്തോഷത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ഒന്നാകെ.